വൈശാഖ മഹോത്സവത്തിൽ കൊട്ടിയൂർ പെരുമാളിന് കുന്നോളം ഇളനീർക്കാവുകൾ. വൈശാഖോത്സവം വീരുന്നു വന്നു ഇളനീർക്കാവുകളുമായി ആയിരങ്ങൾ കഠിനവ്രതത്തിലൂടെ ആർജിച്ച ആത്മവിശുദ്ധി ആത്മസമർപ്പണത്തിൻ്റെ ഇളനീർക്കാവുകളായി കൊട്ടിയൂർ പെരുമാളിൻ്റെ തിരുസന്നിധിയിൽ ഇളനീർ വ്രതക്കാർ സമർപ്പിച്ചു. വൈശാഖോത്സവം വീരുന്നു വന്നു വാടാതോടപ്പു നിരനിരന്നു പാളും. വൈശാഖ മഹോത്സവത്തിലെ അതിവിശിഷ്ടമായ ചടങ്ങായ ഇളനീർവെപ്പ് വൻ പുരുഷാരത്തിൻ്റെ സാന്നിധ്യത്തിൽ അക്കരെ കൊട്ടിയൂരിൽ നടന്നു. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി 125ഓളം ഇളനീർ മഠങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് കൊട്ടിയൂരിലേക്ക് ഇളനീർക്കാവുകൾ എഴുന്നള്ളിച്ച് എത്തിയത്. ഇളനീർ വ്രതക്കാർ ഓരോരുത്തരായി ഇക്കരെ കൊട്ടിയൂരിലെത്തി കാവുകൾ താഴെ വെച്ച് തൊഴുതതിന് ശേഷമാണ് അക്കരെ കൊട്ടിയൂരിൻ്റെ കിഴക്കേ നടയായ മന്തഞ്ചേരിയിൽ ഒത്തുകൂടിയത്. പിന്നെ ഇളനീർ വെപ്പിൻ്റെ മുഹൂർത്തത്തിനായുള്ള കാത്തിരിപ്പാണ്. രാത്രിയിലെ ശീവേലിയും ശ്രീഭൂതബലിയും പന്തീരടി പൂജയും കഴിഞ്ഞതിന് ശേഷം കുടിപതിക്കാരനവർ വെള്ളിക്കിടാരം വെച്ചു. തുടർന്ന് കാര്യത്ത് കൈക്കോളൻ തട്ടും പോളയും വിരിച്ചു. വിണ്ണവർ മണ്ണിലിറങ്ങി വന്നു പൊന്നിൻ ശീവേലി കണ്ടു വണങ്ങുവാൻ. വിണ്ണവർ മണ്ണിലിറങ്ങി വന്നു. അതിനുശേഷമാണ് ഇളനീർ വെപ്പിൻ്റെ രാശി വിളിച്ചത്. വാക്കൻ്റെ കുഴലൂത്തിൻ്റെയും മുന്നൂറ്റാൻ്റെ വാദ്യത്തിൻ്റെയും അകമ്പടിയോടെ അഞ്ഞൂറ്റാൻ വീരഭദ്ര വേഷത്തിൽ കിഴക്കേ നടയിലേക്ക് എഴുന്നള്ളി ഒറ്റക്കാലിൽ നിലയുറപ്പിച്ചു. മന്തഞ്ചേരിയിൽ കാത്തിരുന്ന ഇളനീർ വ്രതക്കാർ ഇളനീർ കാവുകളുമായി വാവലിപ്പുഴയിൽ മുങ്ങി ഈറനോടെ തിരുവഞ്ചിറയിലേക്ക് പാഞ്ഞെത്തുന്ന ചടങ്ങാണ് പിന്നീട് നടന്നത്. തട്ടും പോളയും വിരിച്ച സ്ഥാനത്ത് 3 വലം വെച്ച് ഇളനീർ കാവുകൾ സമർപ്പിച്ച് ഭണ്ഡാര സമർപ്പണം നടത്തുന്നു. തിരിച്ചു പോകുമ്പോൾ ഓരോ ഇളനീർ വ്രതക്കാരും വീരഭദ്രൻ്റെ സമീപത്തെത്തുന്നു. വീരഭദ്രൻ ആചാര വടികൊണ്ട് ഓരോരുത്തരെയും തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നു. മുഴുവൻ വ്രതക്കാരും ഇളനീർ സമർപ്പിച്ച് കഴിയുന്നതോടെ എരുവട്ടി തണ്ടയാൻ്റെ വരവ് നടക്കും. എരുവട്ടി തണ്ടയാൻ പരിവാര സമേതം പടിഞ്ഞാറേ നടയിലൂടെ സന്നിധാനത്തെത്തി എള്ളെണ്ണയും ഇളനീരും സമർപ്പിക്കുന്നു. തൃക്കൈക്കുടയും സമർപ്പിക്കുന്നതോടുകൂടിയാണ് ഇളനീർ വെപ്പ് ചടങ്ങുകൾ പൂർത്തിയാകുന്നത്. ഭൂതഗണനാഥനായ വീരഭദ്രനെ യാഗപൂർത്തീകരണത്തിനും ശിവകോപം തണുപ്പിക്കുന്നതിനും വേണ്ടി ശിവപുത്രനായ എരുവട്ടിക്കാവ് ദേവൻ അയക്കുന്ന മനുഷ്യങ്ങളാണ് ഇളനീർ വ്രതക്കാർ എന്നാണ് സങ്കല്പം. മുന്നിൽ ഞാൻ തൊഴുതു നിന്നപ്പോൾ മനസ്സൊരു ഓടപ്പൂവായി മാറി. ആയിരക്കണക്കിന് ഇളനീർ വ്രതക്കാരാണ് കാറ്റും മഴയും വെയിലും വകവെക്കാതെ ആത്മസമർപ്പണത്തിൻ്റെ ഇളനീരുമായി കൊട്ടിയൂരിലെത്തിയത്. വൈശാഖോത്സവം വീരുന്നു വന്നു പാടാതോടപ്പു നിരനിരന്നു വാളും തീയും. ക്യാമറമാൻ ആകാശ് ദാസിനോടൊപ്പം ശിവദാസൻ കരിപ്പാൽ, കണ്ണൂർ മീഡിയ.
Relax. Redefine yourself. Green Planet Hotel, near Kannur Airport, Mattannur.